അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തോണ്ട് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും,
അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ട് ഓടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. Lord, infuse your spirit of power and grace. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ്, ലോകത്ത് 4ാമത്തെ റാങ്കാണ് ആ വിഷയത്തിന്. അപ്പം എന്നിട്ട് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി 4 ജപമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവർ 4ാം സ്ഥാനത്താണ് അവൻ്റെ സബ്ജക്റ്റിൽ അവൻ പാസ്സായിരിക്കണം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അമ്മ പറയണത് അവൻ 4 കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ്. അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്ക് പറിച്ചാൽ പറയണത്, അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല. അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ, ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത. അതാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനൊരു ചതി വരുന്നുണ്ട്. ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത്, തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു, എല്ലാം പാപമാണ്, പാപപങ്കിലമാണ്, പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ. അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും. എന്താ കാര്യം? നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്, വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും. എന്താ കാര്യം? അവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ആയിട്ടാണ് ദൈവം, അതായത് കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരോർക്കും മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ. ഇത് ഫ്രോഡാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൊടുക്കുന്ന എല്ലാം ഇതുപോലെയുള്ള സംഭവമായിരിക്കും. എന്താണ്? ലോകം പോയി, എല്ലാവരും പാവത്തിലാണ്, നിയമം മാത്രം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല. ഈ സാധനം ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ഈ കുഴിയിൽ ഒത്തിരി പേര് വീഴും. എന്നിട്ട് അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ എന്നാ പറ്റും? ദൈവത്തിൻ്റെ ഒരു വംശമുണ്ട്, അത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണേ എന്തിനാണ്? പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ പ്രശ്നത്തെ അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റാലിൻ, തൃശ്ശൂർ ജില്ലയിലെ പാറേകാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അമ്മയുടെ കൂടെയാണ് വരുന്നത്. അന്ന് അമ്മ സാക്ഷ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ബാക്കി ശുശ്രൂഷകളൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. 2023 അമ്മ ഉടമ്പടി എടുത്തത്. അങ്ങനെ ബിടെക് പാസ്സാവാൻ കാരണം അമ്മയാണ്. എല്ലാ സെമ്മുകളിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു പോന്നു. ബട്ട് ലാസ്റ്റ് സെമ്മ് റിസൾട്ട് വന്നപ്പോൾ 2 സപ്ലി കിട്ടി. അതെൻ്റെ ഓവർ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ 2 സപ്ലി കിട്ടി. അതെന്നെ ഒരുപാട് തളർത്തി. ആ സമയത്ത് അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയാണ്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് 2024 ഉടമ്പടി എടുക്കണത്. അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു. അത് എൻ്റെ ചേട്ടൻ UK പൈലറ്റ് ആവാനായിട്ട് പോയതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപയോഗിച്ച് റിവാലുവേഷന് കൊടുക്കുകയാണ് സപ്ലി ഉണ്ടായത്. അങ്ങനെ റിവാലുവേഷന് കൊടുത്തതിൽ 10ഉം 20ഉം മാർക്കും വെച്ച് എനിക്ക് കുറവുണ്ടായിരുന്നത് 2 സബ്ജക്റ്റിൽ. എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അത് ഒരെണ്ണം A ഗ്രേഡായും ഒരെണ്ണം ജസ്റ്റ് പാസ്സായിട്ടും ഞാൻ ജയിച്ചു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് അത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ബിടെക്കിന് ചേർന്നത് തന്നെ മെർച്ചൻ്റ് നേവിയിൽ ചേരണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ബിടെക്കിന് ശേഷം ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കുറേ എക്സാമുകൾ എഴുതണ എക്സാമുകളെല്ലാം ഞാൻ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി പൊട്ടും, വീണ്ടും എഴുതും, പൊട്ടും. പക്ഷേ എനിക്ക് അപ്പോഴും മാതാവ് തന്നൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ 2ാമത് 3ാമത് എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ 13ാമത്തെ എക്സാമിലാണ് ഞാൻ അത് ക്ലിയർ ചെയ്യണത്. എക്സാമിൻ്റെ ഡേറ്റ് കിട്ടണത് എനിക്ക് ചൊവ്വാഴ്ച 2:30 ഞാൻ എക്സാമിന് ഇരിക്കണതിന് മുന്നേ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് എക്സാം എഴുതായിരുന്നത്. അന്ന് എക്സാം എഴുതായിരുന്നത്. എക്സാം പൂർത്തിയായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി. അതിനുശേഷം വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ആ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അതുപോലെ പിന്നത്തെ ചൊവ്വാഴ്ച, നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണ്. 3 സ്റ്റെപ്പാണ് ഈ എക്സാമിന്, ഈ സ്പോൺസർഷിപ്പ് എക്സാമിന് കിട്ടണത്. അതിൽ 2ാമത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് ഈ പറഞ്ഞ ചൊവ്വാഴ്ച 2:30 ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. അപ്പോൾ എനിക്ക് ഉറപ്പാർന്നത് എനിക്ക് മാതാവ് കരുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇൻ്റർവ്യൂവിനിരുന്നു. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എനിക്ക് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഈ കാശുരൂപവും തൈലവും പറ്റിയിട്ടാണ് എക്സാമിൽ ഇരുന്നത്. കാശുരൂപം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആകെ വിഷമിച്ച് ആണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അമ്മോട് പറഞ്ഞു, എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു, ഇനി മാതാവിൻ്റെ കയ്യിലാണ്. ഇത് തരാണെന്നുണ്ടെങ്കിൽ മാതാവിനെ അനുഗ്രഹിച്ചു, എനിക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച
ഞാൻ മാതാവിൻ്റെ നൊവേന തിരുനാളിന് പള്ളിക്ക് പോകണതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരണത്, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരണതും അത് പാസ്സായി എന്ന് പറയണതും. എനിക്ക് ഒരുപാട് വിഷമമായി ആ സംഭവം. ഇത് ഞാൻ മെയിൽ നോക്കിയിട്ട് ആകെ കണ്ണീന്ന് വെള്ളം വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ള അത്രയ്ക്കും ഇതായിരുന്നു. പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറയണത്, എനിക്ക് ഭയങ്കര വിട്ടുമാറാത്ത ചുമയും തൊണ്ടവേനയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു 4 കൊല്ലമായിട്ട്. ഞാൻ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് 5:30 ഇരിക്കുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് വിട്ടുമാറി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നണത്. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചേട്ടൻ പോയ സമയത്ത് ലോണുകളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഫീസ് അടയ്ക്കാനായിട്ട് 6 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് വന്നത്. ആ സമയത്ത് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരാളുടെ നിന്ന് പോലും പൈസ കിട്ടിയില്ല, കടം ചോദിച്ച ആൾക്കാരുകൾ. അപ്പോൾ പലരുടെ അടുത്തും ചോദിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും കൊണ്ടാണ് പോയിണ്ടായത്. അങ്ങനെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുകളെ ആണ് നമുക്ക് പൈസ തന്ന് സഹായിച്ചത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് ഈശോനെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ഒന്നും പള്ളിയിൽ ഈശോ ആയിട്ട് കുരിശിൽ കയറിയത് ഞാനായിരുന്നു. അന്ന് ദുഃഖ വെള്ളിയാഴ്ച ഈശോ ആയിട്ട് കയറണ സമയത്ത് ഒരു 15-20 മിനിറ്റോളം നമ്മൾ കുരിശിൽ ഇങ്ങനെ കിടക്കണം. അത് എന്നിട്ട് പറയണ്ടേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അന്ന് അവിടെ കിടക്കാനായിട്ട് എനിക്ക് ധൈര്യം തന്നത് ഈശോയാണ്. ഞാനിങ്ങനെ കിടക്കണ സമയത്ത് ഈശോ അനുഭവിച്ച വേദനകളും ആ ഒരു ഇതും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയിപ്പോൾ ഒരുപാട് വിഷമായി. കാരണം നമുക്ക് വേണ്ടി ഇത്രയ്ക്കും ത്യാഗം സഹിച്ചിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത്രയ്ക്കും ഇതായിട്ടാണ് അനുഭവപ്പെട്ടത്. എൻ്റെ അവിടെ കിടന്ന് ഓരോ നിമിഷം എൻ്റെ മേത്തിൽ കൂടെ വിയർപ്പ് തുള്ളികൾ ഈശോയുടെ രക്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു 15 മിനിറ്റ് നേരം ഞാൻ മരവിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ കിടന്നത്. ആ കാര്യം ആലോചിച്ച് അന്ന് എനിക്ക് ഭയങ്കര ഒരു ട്രോമ പോലെയായിരുന്നു ഈ ഈശോയുടെ സംഭവം. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, വീടിൻ്റെ അടുത്തൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അവിടെ ആൾക്കാരുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോകാറുന്നു. കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയറിൽ പോകാറുന്നു. പിന്നെ പത്രം കൊടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ പേട്ടകളിലും അങ്ങനെ എല്ലാ ആൾക്കാരുകൾക്കും ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറുന്നു. അതുപോലെ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഒരു അനുഭവങ്ങളുണ്ടായത്. ഇപ്പം എല്ലാ ദിവസവും പള്ളി പോക്ക്, പിന്നെ അതുപോലെ കുമ്പസാരം, വീട്ടിലെ പ്രാർത്ഥന എല്ലാത്തിലും മുടങ്ങാണ്ട് പങ്കെടുക്കാനും അതുപോലെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്ക് സാധിച്ചു തന്നത്. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ചേട്ടനും അപ്പച്ചനും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്കും കുമ്പസാരത്തിനും പോകുന്നുണ്ടായിരുന്നു. കുമ്പസാരം മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാറുന്നു. പിന്നെ കുർബാന എല്ലാ ദിവസവും കൈക്കൊള്ളാറുന്നു. അമ്മ മാതാവിന് എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോന എന്നാണ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടിമരുത്ത് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 13, 2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ് വിദേശത്ത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു +2 കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജർമ്മനെ പറ്റി അറിയുന്നതും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ അവിടുത്തെ കുറേ പോസിബിലിറ്റീസിനെ പറ്റി അറിയുന്നതൊക്കെ. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നതും പോയി അവസാനം ഒരു B1 ഒക്കെ എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി എടുക്കണം, നീ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വേണം B2 എക്സാം എഴുതാൻ വേണ്ടി പോകാം. കാരണം വീട്ടിൽ ഒരു 2019 തൊട്ട് വീട്ടിൽ പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം, നീ എക്സാമിന് പോകുന്നതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ജാനുവരിയിലായിരുന്നു എക്സാം. ഡിസംബർ 13 എടുത്തു, ജാനുവരിയിൽ എക്സാം. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോകുന്ന ആ സമയത്തൊന്നും ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഉടമ്പടി പാലിക്കേണ്ട രീതിയിൽ പാലിച്ചൊന്നുമില്ല. നല്ല ഉഴപ്പായിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല.
അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. റിസൾട്ട് വന്നു. എനിക്ക് പാസ്സായില്ല. ഞാൻ ഒന്നിനും പാസ്സായില്ല. 4 മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത്. 4ലും പാസ്സായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കണമെന്നൊന്നും ചിന്തിച്ചില്ല. ആ പുതുക്കാത്ത ഉടമ്പടി പിന്നെ ഉടമ്പടി പുതുക്കിയില്ല. അങ്ങനെ ഞാൻ അടുത്ത എക്സാം, 2ാമത്തെ എക്സാം എഴുതാൻ വേണ്ടി എനിക്ക് ഡേറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. പക്ഷേ 2ാമത്തെ പ്രാവശ്യവും എനിക്ക് 4 എണ്ണവും കിട്ടിയില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യവും 4 എണ്ണവും കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇനി എനിക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവുമോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ് കിട്ടാനാണ് ഭയങ്കര പണിയാണ്. ഡേറ്റ് കിട്ടാൻ കുറേ സമയം എടുത്തൊക്കെയാണ് ഒരാൾക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പം എനിക്ക് എക്സാം റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്നാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ പുതുക്കിയിട്ടില്ലല്ലോ, പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ശരിയാ, ഉടമ്പടി പുതുക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇതുപോലെ തടസ്സങ്ങൾ. ഞാൻ എടുത്ത് നേരെ പാലിച്ചുമില്ല, അത് പുതുക്കാനും പോയില്ല. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പുതുക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങോട്ട് വരേണ്ട ബസ്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്ത സമയത്ത് അവരെ വിളിച്ച് ബുക്ക് ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് എക്സാം എഴുതിയ സെൻറ്ററുണ്ട് ചെന്നൈ. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഇച്ചിരി പേരെ എക്സാം എഴുതിയോളൂ. അതൊരു സ്പെഷ്യൽ എക്സാം ആയിരുന്നു. ഒരു ഇത്ര ദിവസം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം. അപ്പം ഞങ്ങൾ ഈ എക്സാം എഴുതിയ ആ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ എക്സാം എഴുതിയ 4-5 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തരാം, അപ്പം നിങ്ങൾ വന്ന് എക്സാം എഴുതിക്കോളാം, ഫീസ് മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞു, എക്സാമിൻ്റെ ഫീ. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പണി. അത് തന്നെ മാതാവ് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ആദ്യം എനിക്ക് തന്നൊരു അനുഗ്രഹമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കേണ്ട രീതിയിൽ ആദ്യത്തെ പോലെ അല്ലായിരുന്നു, പെർഫെക്റ്റായിട്ട് ഞാൻ പാലിച്ചു. ധ്യാനങ്ങൾ കൂടി, എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടി, ബുധനാഴ്ചകൾ ഉപവാസം എടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ അടുത്ത ആശ്രമമുണ്ട്. അവിടെ ഇച്ചിരി പ്രായമായ ചേച്ചിമാരുള്ള അവരുടെ അടുത്ത് പോയി ഞാൻ രാവിലെ പോവും. എന്നിട്ട് അവിടെ അവരെ കുളിക്കാൻ പറ്റാതെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ ഇരുത്തി ഞാൻ അവരെ കുളിപ്പിച്ച് അവരുടെ കൂടെ കുറേ നേരം, അതെനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലുമായിരുന്നു അവിടെ പോകുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് എക്സാമിന് ഞാൻ പോയി. എക്സാമിന് പോയി നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട്. നമുക്ക് ആദ്യം അവിടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ പോയി അവിടെ എത്തിയൊരു റൂമൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി അങ്ങനെ പപ്പ എനിക്ക് തൈലമൊക്കെ പൂശി തന്നു. ഞാൻ ഉപ്പ് വായിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചു. അങ്ങനെയാണ് ഞാൻ സെൻറ്ററിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യം നമുക്കവിടെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ടൈമുണ്ട്. ആ ടൈമിൽ ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങളുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൂടിയല്ലോ. അപ്പം ആ ധ്യാനങ്ങൾ ഒരു ധ്യാനം ഞാൻ ഓണാക്കി വെച്ച് എൻ്റെ ചെവിയിൽ ഇയർഫോണുണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു കയറുന്നോടം വരെ. കയറി കഴിഞ്ഞും ഞാൻ എൻ്റെ ഫോൺ നമുക്ക് താഴെ വെക്കണം, അപ്പോൾ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പം അങ്ങനെ കയറി ഞാൻ സെൻറ്ററിൽ കയറി എക്സാം എഴുതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫീലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും. അത് ഞാൻ പഠിച്ചത് കൊണ്ടല്ല, എക്സാം എളുപ്പമായതുകൊണ്ടല്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു ശക്തി ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ എനിക്കുണ്ടായിരുന്നു, അല്ലാതെ എക്സാം എളുപ്പമൊന്നും ആയിരുന്നില്ല, ഒരേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി റിസൾട്ട് വന്നപ്പം എനിക്ക് ഭയങ്കര പാടുള്ള 2 വിഷയമാണ് ഷ്രൈബനും എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഹിയറിങ്ങും. കേട്ട് മനസ്സിലാക്കുക ഭയങ്കര പണിയായി ജർമ്മൻ. അപ്പോൾ ഇത് 2 എനിക്ക് കിട്ടി. പിന്നെ ബാക്കി 2 എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്കൊരിക്കലും വിഷമം ഉണ്ടായില്ല. കാരണം എനിക്കറിയാം, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, മാതാവേ
ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാത്രം മാതാവിന് ഇഷ്ടമുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ട്, ഇതാണ് അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴി, ഇതാണെങ്കിൽ മാത്രം ഇത് നടന്നാൽ മതി എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്കറിയാം എന്താണെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു നല്ല വഴിയിലേക്ക് തന്നെ ഞാൻ പോകും, നല്ലൊരു പാത്ത് എനിക്ക് തുറന്നു തരും മാതാവ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. പിന്നെയും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി, പിന്നെ ഞാൻ പോയി എക്സാം എഴുതി. പക്ഷെ അതും എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് പിന്നെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എക്സാം എഴുതണ്ട, ചിലപ്പം ഇത്ര ഞാൻ എഴുതിയില്ലേ, ഇനി എക്സാം എഴുതണ്ട, നമുക്ക് കിട്ടിയ മൊഡ്യൂൾ വെച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. ഔപ്പേർ എന്ന് പറയുന്ന ഒരു വിസ വഴിയാണ് പോകുന്നത്. പക്ഷെ ഞാൻ കൊടുത്ത് അതിൻ്റെ ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് അവർ പറഞ്ഞു ഔപ്പേർ വിസകൾ ഇപ്പോൾ റിജക്റ്റായി പോവുക, ഇനി പോവാം. ഇപ്പം ഔപ്പേറിൻ്റെ വിസകൾക്ക് അപ്പോയിൻമെൻറ്റ് പോലും നടക്കുന്നില്ല. അവിടെ എനിക്ക് തടസ്സമായിരുന്നു, ജർമ്മനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ ഔപ്പേറിൻ്റെ പ്ലാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് തുറന്നു വന്ന ഒരു വഴിയാണ് ജോർജിയയിലേക്ക് പോകാം, നമുക്ക് അവിടെ ചെന്നാലും ഇപ്പോൾ എനിക്ക് മൊഡ്യൂളുണ്ട്, ഇപ്പോൾ കിട്ടിയതുണ്ടല്ലോ, അപ്പം അവിടെ ചെന്നിട്ടും സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ജർമ്മൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി കിട്ടാനുള്ളത് അവിടെ നിന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് പ്ലേസ്മെൻ്റ് ഉണ്ട് 4 വർഷം പഠിച്ചു കഴിയുമ്പം. ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പോസിബിളാണ് നമുക്ക് അവിടുന്ന് പ്ലേസ്മെൻറ്റോടെ ജർമ്മനിക്ക് പോകാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കാര്യവും കേട്ടു. അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകുന്നതിൽ എനിക്ക് ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡോടുകൂടിയാണ് ഞാൻ ജർമ്മൻ എടുക്കാനുള്ള കാരണം. പക്ഷേ അവിടെ ചെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യം ഓർക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. കാരണം 3 വർഷം നേഴ്സിംഗ് മൊത്തം, അതും ജർമ്മനിൽ മാത്രം പഠിക്കുക എന്ന് പറയുന്നത് എനിക്കങ്ങനെ വേറെ ഭാഷയിലൊന്നും ഒട്ടും ഞാൻ കംഫോർട്ടല്ല. പക്ഷേ രക്ഷപ്പെടും എന്നുള്ളൊരു ഒറ്റ മൈൻഡ് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജർമ്മൻ ചൂസ് ചെയ്തത്. അപ്പം ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ വഴി തുറന്നു വന്നപ്പോൾ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം അവിടെ ചെന്ന് എനിക്ക് ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് തന്നെ നഴ്സിംഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം ഞാൻ എക്സാം എഴുതിയതും വെറുതെ ആവില്ല, അവിടുന്ന് ബാക്കി എഴുതിയെടുത്തിട്ട് എനിക്ക് ജർമ്മനിക്കും പോകാം. അപ്പം മൊത്തത്തിൽ മാതാവ് എനിക്കൊരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് വേ തുറന്നു തന്നതായിരുന്നു ഈ ജോർജിയ എന്ന് പറയുന്ന കാര്യം. അപ്പം ജോർജിയയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു, ഏജൻസീനെ കണ്ടുപിടിച്ച് ജോർജിയയുടെ ഇത് കൊടുത്തു. അങ്ങനെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊന്നും, ഒരു തടസ്സവും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ഇന്ന ഡേറ്റിന് ഇത് വരും എന്ന് പറയുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് എല്ലാ മെയിൽസൊക്കെ വരുമായിരുന്നു. അങ്ങനെ വിസയ്ക്ക് ഡേറ്റ് കിട്ടി. വിസയ്ക്ക് ഞാൻ നമ്മുടെ എറണാകുളത്ത് VFS ഗ്ലോബലിൽ പോകണം. അപ്പം നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സുമായിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ വേണ്ട ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് കവർ പേജ്, ഒരു കവർ നോട്ടീസ് പോലെ ബാങ്കിലെ മാനേജറല്ല, അതിന് താഴെയുള്ള ആൾ അതിന് പുള്ളിക്കാരൻ്റെ സൈൻ കിട്ടുന്ന ഒരു കവർ നോട്ടീസ് പോലെ ഒരു സാധനം വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ പോയത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇതേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏജൻസിക്കാരുടെ അടുത്ത് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ, അത് കാസർഗോഡ് നിന്ന് എറണാകുളം വരെ വരുന്നതാണ്, അപ്പോൾ അവരുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ഭയങ്കര പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത്. കാരണം കവർ നോട്ടീസ് എപ്പോഴും ചോദിക്കാറുണ്ട്. VFSകാർ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരാൻ വേണ്ടി കാത്തിരിക്കുക, തിരിച്ച് പറഞ്ഞു വിടാൻ. ചിലപ്പോൾ സീനാവും, പക്ഷെ പേടിക്കേണ്ട, ഒന്നുകൂടെ പോയിട്ട് തിരിച്ച് വരണാൽ മതി. പക്ഷേ അങ്ങനെ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ പിന്നെയും തിരിച്ചു പോയി ഒന്നും കൂടി ഇതിനു വേണ്ടി വരിക എന്നുള്ളത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. അപ്പം പക്ഷേ പപ്പയാണ് കൂടെ വന്നത് അന്ന് വിസയ്ക്ക് തലേന്നേ ഞങ്ങളവിടെ ചെന്നു. അപ്പം പപ്പയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കാണെങ്കിലും നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറയുമെങ്കിലും അവർക്കറിയത്തില്ലല്ലോ ഞങ്ങൾക്കുള്ളൊരു ശക്തി എന്താണെന്ന്. മാതാവ് കൂടെ ഉണ്ട്, മാതാവിൻ്റെ കാശുരൂപം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. ഒരു ഡൗട്ടും ഇല്ലായിരുന്നു എനിക്ക്. എന്തായാലും നാളെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കും, വിസയ്ക്കും സബ്മിറ്റ് ചെയ്യുന്ന പൂർണ്ണ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി രാവിലെ എണീച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും പോകുന്നത് പോലെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്തു. ചുണ്ടയിൽ ഞാൻ ഉപ്പും തൂത്തിട്ടാണ് ഞാൻ VFS
ലേക്ക് കയറുന്നത്. അവിടെ കയറി ഒന്നുമില്ലായിരുന്നു, അവരൊന്നും ചോദിച്ചില്ല. ഞാനും പപ്പ വിചാരിച്ച പോലെ തന്നെ അവർ എല്ലാ നമ്മുടെ പേപ്പേഴ്സ് മാത്രം നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ പെട്ടെന്ന് ആക്കി. എൻ്റെ ഫസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. ആദ്യം തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓക്കെയാണ്, ഇത്ര ദിവസത്തിൽ നിങ്ങൾക്ക് വിസ വരുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. അതെനിക്ക് എനിക്കറിയായിരുന്നു, എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അത്ര സർപ്രൈസ്ഡ് ആയില്ല. പക്ഷെ എങ്കിലും മാതാവാണ് അന്ന് എന്നെ കാത്തത്. അങ്ങനെ എനിക്ക് ഞാൻ ഈ 13th പോവുകയാണ്, ടിക്കറ്റ് എടുത്തു. വിസ വരുമെന്ന് പറഞ്ഞതിൻ്റെ 2 ദിവസം മുമ്പ് വിസയും വന്നു. അങ്ങനെ ഈ 13th ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ്. ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ അനാഥാലയമല്ല, നമ്മുടെ ഈ ചേച്ചിമാർ ആരുമില്ലാത്ത ചേച്ചിമാരുള്ള ആശ്രമത്തിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ആരെന്ത് മോളെ പൈസ തരുമോ, അങ്ങനെ അല്ലെങ്കിൽ മോളെ ഫുഡ് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാതെ അവിടുന്ന് പോകത്തില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ പൈസ ഉള്ളെങ്കിലും ഞാനത് കൊടുത്തിട്ടേ അവിടുന്ന് പോകത്തുള്ളൂ. എത്രയാണെന്ന് ഞാൻ നോക്കത്തില്ലായിരുന്നു. ഫുഡാണെങ്കിലും ഞാൻ വാങ്ങി അവിടെയുള്ള എന്തെങ്കിലും ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ പോയി വാങ്ങി അത് അവർക്ക് കൊടുത്തിട്ടൊക്കെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുണ്ട്, പിന്നെ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാർക്കൊക്കെ ഞാൻ പോയി കൊടുത്ത് അവരോട് പറയുമായിരുന്നു, അക്രൈസ്തവരായിട്ടുള്ളവരോട് പറയുമായിരുന്നു. അവർ ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ പറയും ഇത് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ആലപ്പുഴയിലുള്ളതാണ്, ഇവിടെ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ, 2ാമത്തെ ഉടമ്പടി ഞാൻ നേരെ നോക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. എനിക്ക് ഇത്രയും ഭയങ്കര മടിയുള്ള ഒരാളാണ് രാവിലെ എണീക്കാൻ. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഞാനും പപ്പയും കൂടെ പള്ളിയിൽ പോവും. ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്കതിന് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശ്രീജ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഇപ്പം താമസിക്കുന്നത് പത്തനംതിട്ട കുമ്പനാടാണ്. ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂൺ 10. പഠിക്കാൻ വളരെ മോശമായിരുന്നു അവൾ. പഠിത്തത്തിൽ വളരെയേറെ മോശമായിരുന്നു. അന്നേരം 10ാം ക്ലാസ്സിലായിരുന്നു. അന്ന് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നാത്തൂൻ പറഞ്ഞത്, ആദ്യമായിട്ട് നാത്തൂനാണ് പറഞ്ഞത്, കൃപാസനത്തിലൊരു മാതാവുണ്ട്, പ്രത്യക്ഷപ്പെട്ട മാതാവ്, അവിടെ പോയാൽ എന്തായാലും 10ാം ക്ലാസ് ജയിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചു. കറക്റ്റിന് എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു പോർന്നു. പരീക്ഷ സമയത്ത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ചും കാശുരൂപം കയ്യിൽ പിടിച്ചു ഉപ്പും കഴിച്ച് പരീക്ഷ എഴുതാൻ പോയി. ഒട്ടും ഞങ്ങൾ വിചാരിച്ചില്ല, അത്രയേറെ മാർക്ക് തന്ന് മാതാവ് അവളെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് പ്ലസ് 1 ഞങ്ങൾ ഇങ്ങോട്ട് ടീച്ചർ വിളിച്ചാണ് അഡ്മിഷൻ കൊടുത്തത്. അതൊരു സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ പീരീഡ് ആവത്തില്ല, അത് 3-4 മാസം കൂടുമ്പോഴൊക്കെ ആവത്തുള്ളായിരുന്നു, കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് മാതാവിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി വെച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി തൈലം കൊണ്ട് അടിവയറ്റി കുരിശു വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ കറക്റ്റിന് എല്ലാ മാസവും കറക്റ്റിന് പീരീഡ് ആവുന്നുണ്ട്. പിന്നെ 3ാമത് മോക്ക് കിട്ടിയ സാക്ഷ്യം തന്നെ, അവൾ ഒത്തിരി വണ്ണമുണ്ടായിരുന്നു. എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അവളെ കളിയാക്കുമായിരുന്നു, വണ്ണം കൂടുതലെന്നും പറഞ്ഞ് എല്ലായിടത്തും കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമമായി. ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഡയറ്റിന് കണ്ടു, അവൾ ഭാരം കുറയ്ക്കാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഒടുവിൽ ഞങ്ങൾ ഇവിടെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്ത് ഈ ഒരു നിയോഗം വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഞാനും അവളും അതിൽ പങ്കെടുത്തെങ്കിലും അവൾ വണ്ണം ഒന്നും കുറയാതെ ഇരുന്നു. ഞങ്ങൾ എല്ലാ നിബന്ധനകളും കറക്റ്റ് പാലിച്ചു. എന്നാലും എനിക്ക് അറിയാമായിരുന്നു അമ്മ മാതാവ് എപ്പോഴായാലും അത് സാധിച്ചു കിട്ടുമെന്ന്. ഇപ്പം ഈ 3 മാസം കൊണ്ട് അവളെ വണ്ണം 20 കിലോ. ഞാൻ 20 കിലോയാണ് മാതാവിൻ്റോട് ഞാൻ ഉടമ്പടിയിൽ എഴുതി ചോദിച്ചത്. അതേപോലെ ആ കറക്റ്റ് 20 കിലോ അവളിൽ ഭാരം കുറഞ്ഞു. അത് അമ്മ മാതാവ് സാധിച്ചെന്ന് 1000 നന്ദി.
പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് രോഗസൗഖ്യം. 1 വർഷത്തിലേറെയായി എനിക്ക് തലവേദന എന്നാൽ ഒരു സൈഡിൽ മാത്രം മാറ്റേ തലവേദന എടുക്കുകയുള്ളൂ. അതെനിക്ക് പൊട്ടിത്തെറിക്കും പോലത്തെ തലവേദനയായിരുന്നു. ഞങ്ങൾ പല ഡോക്ടറെ കാണിച്ചു, എന്നിട്ടൊന്നും എനിക്ക് കുറവത്തില്ല. ഞാൻ അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് MRI സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് അറിയാമെന്ന്. അങ്ങനെ ഞാൻ സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയപ്പം ഞാൻ അന്നേരം പോകുന്ന മുമ്പേ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് സ്കാനിങ് ചെയ്ത് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ഡോക്ടർ പറഞ്ഞു അഥവാ തലവേദന വരുന്നെങ്കിൽ 1 മാസത്തേക്ക് മരുന്ന് എഴുതി തന്നു, വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മരുന്ന് നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഞാൻ ബാഗിൽ വെച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ആ മരുന്ന് കാണാനേ ഇല്ല. 1 മാസം കഴിഞ്ഞാണ് ആ മരുന്ന് ഞാൻ തിരിച്ച് കണ്ടത്. ബാഗിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു. എനിക്കിപ്പോൾ തലവേദനയില്ല. അതിനുശേഷം ഇന്ന് വരെ തലവേദന എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയത് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് 2 ആഴ്ചയായേ ഉള്ളൂ എനിക്ക്. ഞാൻ അടുക്കളയിൽ എപ്പോഴും രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും പിന്നെ എന്നും മുടങ്ങാതെ ഞാൻ മൊബൈലിൽ കുർബാന കാണുമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അടുപ്പത്ത് കറി വെച്ചിരുന്ന കുക്കർ വലിയ ഒച്ചയോടെ പൊട്ടിത്തെറിച്ച് അടുക്കള മൊത്തം കറികളും എല്ലാം തെറിച്ച് ഞാൻ തൊട്ടടുത്താണ് നിന്നത്. എൻ്റെ പുറത്തെല്ലാം തെറിച്ചു. ഒരു തുള്ളി പോലും എനിക്ക് പൊള്ളലേക്കുകയോ ഒന്നും പറ്റിയില്ല. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ അന്നേരം മൊബൈൽ സാക്ഷ്യം കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുമായിരുന്നു. എനിക്ക് അത് വലിയൊരു സാക്ഷ്യം. പിന്നെ എനിക്ക് 3ാമത് കിട്ടിയ അനുഗ്രഹം, ഞാൻ 6 തവണ ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാൻ ഇവിടെ എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങാൻ വരും. അന്നേരം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അമ്മയെ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഒന്നും അറിയാതെ വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് 2ാമത് ഒന്ന് തൊടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിവിടെ നടക്കത്തില്ലല്ലോ, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. വെളുപ്പിന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും അത് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേട്ടൻ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ ചേട്ടൻ സാധാരണ ചെറിയ കാശ് രൂപ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, അതാണ് എടുത്തുകൊണ്ട് പോണത്. അന്ന് ചേട്ടൻ അറിയാതെ എൻ്റെ കാശ് രൂപ എടുത്തുകൊണ്ട് പോയി വൈകുന്നേരം തിരിച്ച് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കാശ് രൂപ നോക്കുന്നത് കാണാനില്ല. ഞാൻ ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് കാശ് രൂപ ഞാൻ പോക്കറ്റ് ഇട്ടു, പക്ഷേ ഞാൻ ആ പോക്കറ്റ് പിന്നീട് കൈ ഇട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അത് ഞാൻ കളഞ്ഞതുമില്ല. അവിടെ എല്ലാം ഞങ്ങൾ തിരഞ്ഞ് കിട്ടിയില്ല. എനിക്ക് അന്ന് ഭയങ്കര വിഷമം ഒക്കെ ആയിരുന്നു. ഇനി എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ ദുഃഖിച്ചിരുന്നു. അന്ന് പിറ്റേന്ന് ഞാൻ വെളുപ്പിന് 5:30 പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്ന അമ്മ പറയുന്നു, നിനക്ക് എന്നെ തൊടണമെന്നല്ലേ ആഗ്രഹം പറഞ്ഞത്, അത് ഞാൻ സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 2ാം ദിവസം ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ വന്ന് അമ്മയെ അങ്ങനെ തൊട്ടു. അങ്ങനെ എൻ്റെ 3 സാക്ഷ്യങ്ങൾ നിറവേറ്റി. പിന്നെ ഉള്ളതും ഒരു 3-4 സാക്ഷ്യം എനിക്ക് കിട്ടി. അതിൻ്റെ ആൾക്കാരും വരാത്തതുകൊണ്ടാണ് ഞാനിപ്പം പറയാത്തത്. പിന്നെ എനിക്ക് ദുഃഖ വെള്ളിയാഴ്ച അന്ന് തിരുഹൃദയം കിട്ടി, ഈസ്റ്ററിന് തിരുഹൃദയം കിട്ടി. പിന്നെ അമ്മയുടെ 2 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അമ്മ മാതാവിൻ്റെ. പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് പേർഷക പ്രവർത്തനം ചെയ്ത് ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ പോയി ഇവിടെ നിന്ന് ഉപ്പും തേനും കാശ് രൂപ എല്ലാം വാങ്ങി അവിടുത്തെ അമ്മമാർക്കെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് സമയം ചിലവഴിക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി പത്രങ്ങളും പൊതിച്ചോറും കൊടുക്കും. പിന്നെ അവിടെ സുഖമില്ലാത്തവരെ കണ്ട് സംസാരിച്ച് അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ വെളുപ്പിന് 4 മണി കഴിയുമ്പം തന്നെ എണീച്ച് ജപമാല ചൊല്ലും. അത് കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഡെയിലി ബെഡ് കാണുന്നത്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ചേട്ടൻ്റെ നടുവേദന സൗഖ്യമാക്കി. ആ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല. അങ്ങനെ 1000 അനുഗ്രഹം ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്നു. ഇതൊന്നുമല്ല, ഒത്തിരി തന്നു. തൈലം തൊട്ട് ഞങ്ങൾക്ക് പല അസുഖങ്ങൾ സൗഖ്യമാക്കി തന്നു മാതാവ്. അങ്ങനെ ഒത്തിരിയേറെ ഇവിടെ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും, വിളിക്കാൻ വിളി കേൾക്കുന്ന മാതാവാണെന്ന് എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. ഇനി ഒരിക്കലും അമ്മയെ വിട്ട് പോവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ നിത്യത വരെ ഇനി അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ മാതാവിനും 1000 നന്ദി. ഈശോ അപ്പച്ചനും കൂടി നന്ദി. എൻ്റെ പേര് സാലിക്കുട്ടി സിറിൽ ലോബോ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ്. ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 5-ാം തീയതി 2020 ഞാനിപ്പോൾ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് ലഭിച്ചത് ഒരു രോഗസൗഖ്യമായിരുന്നു. ഞാൻ ഈ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്കും കൂടപ്പറപ്പുകൾക്കുമൊക്കെ ആയിട്ടാണ് നിയോഗങ്ങൾ വെച്ചിരുന്നത്. ഒരു ദിവസം ഒരു രോഗിയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും
എൻ്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വന്നു, വലത് കാല്. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഒത്തിരി എനിക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്തു. പക്ഷേ 3-4 ദിവസമായപ്പോഴേക്കും ഞാൻ കിടപ്പിലായി. ഇനി എടുത്തുകൊണ്ട് വേണം ടോയ്ലറ്റിൽ പോകുന്ന ഒരവസ്ഥയിലേക്കായി. അപ്പം ഞാൻ വീണ്ടും എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഞാൻ ഒരിക്കൽ പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. രാവിലെ ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് ഞൊണ്ടി ഒരു തരത്തിൽ ഒക്കി വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എങ്ങനെ ചൊല്ലും, എനിക്കൊട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറന്നു. ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴമ്മ എനിക്ക് വൈദ്യനും രോഗശാന്തിയും എന്നൊരു ഭാഗം തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല, ഞാൻ വൈദ്യൻ്റെ അടുത്തേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കട്ടപ്പനയിലുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് തൈലം എടുത്ത്, മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കട്ടപ്പനയിലേക്ക് പോയി. അവിടെ ചെന്ന് വൈദ്യൻ കണ്ട ഉടനെ പറഞ്ഞു, ഇത് ലിഗമെൻറ്റ് വലിഞ്ഞ് പൊട്ടിയതാണ്, ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നീര് പറ്റിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വളരെ വിഷമത്തോട് പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തു. പെട്ടെന്ന് തന്നെ ഈ വൈദ്യൻ എന്നെ ഒരു മേശയിലേക്ക് പെട്ടെന്ന് കയറ്റി ഇരുത്തിയിട്ട് ആ ലിഗമെൻറ്റ് പെട്ടെന്ന് വലിച്ചിട്ടു. അന്ന് തന്നെ അവിടെ ഞാൻ ആ മുറിയിലൂടെ എന്നെ 5 പ്രാവശ്യം നടത്തി. പിറ്റേ ദിവസം എനിക്ക് സൗഖ്യമായി. ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ വൈദ്യം പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നടന്നാണ് ചെന്നത്. അപ്പോൾ വൈദ്യന് ഭയങ്കര അതിശയമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് എക്സ്റേ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നട്ടലിന് തേയ്മാനമായിരുന്നു. അങ്ങനെ 15 ദിവസം അവിടെ കിടത്തി തിരുമി എനിക്ക് സൗഖ്യം തന്നു. അമ്മ തന്ന സൗഖ്യമാണ്. കാരണം 1 വർഷമായിട്ട് ഇപ്പം ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു, എല്ലാ ജോലികളും ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല. രണ്ടാമതായിട്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോൾ പറഞ്ഞാലും വീട്ടിൽ തടസ്സങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ നിയോഗം വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഭവനം പണിത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ ഒരു കോൺട്രാക്ടറെ കാണുകയും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു 5 മാസം കൊണ്ട് മനോഹരമായൊരു ഭവനം പണിയാൻ സാധിക്കുകയും ചെയ്തു. ആ ഭവനം പണിത് അമ്മയുടെ ഒരു വലിയ രൂപം വാങ്ങിച്ചു കൊണ്ടുപോയി വെഞ്ചരിച്ച് അവിടെ വെച്ച് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പോയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അമ്മ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭവനമാണല്ലോ ഇവിടെ പണിതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. പക്ഷെ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എനിക്കൊരു മഴവില്ല് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, കാരണം ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. അതുപോലെ എനിക്ക് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇവിടെ 2-3 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഇവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതാണ്, സഹോദരങ്ങളില്ല. അപ്പോൾ ഇവന് MSW കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ ഒരു 3 വർഷം വീട്ടിൽ നിന്നു. അപ്പോൾ ഇവൻ്റെ ജോലി കിട്ടാതെ വന്നതിൽ വളരെ വിഷമിച്ച് ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു, മാതാവ് ഇവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം. കാരണം ഏജൻറ്റിനെ കാണാനോ ലക്ഷങ്ങൾ കൊടുക്കാനോ ഒന്നും സാമ്പത്തികമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിച്ച് പരിശുദ്ധ അവനെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അതുപോലെ തന്നെ 2 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. മുഴുവൻ സമയവും അർത്തുങ്കൽ വരെ ഇവൻ നടന്നു വന്ന് റാലിയിൽ മുഴുവനായിട്ട് പങ്കെടുത്തു. അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ ഒരു ഓൺലൈനിൽ അപേക്ഷിച്ച് അവനിപ്പോൾ ലണ്ടനിൽ NHS സോഷ്യൽ വർക്കറായിട്ട് ജോലി കിട്ടുന്നു. അങ്ങനെ 1.5 വർഷമാകുന്നതിന് മുമ്പ് തന്നെ അവന് ലീവ് കിട്ടി വന്നു കഴിഞ്ഞപ്പം പിന്നെ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ നിയോഗം വെച്ചു, അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ അവനൊരു ചേർന്നൊരു തുണയെ കൊടുക്കണം, ഒരു ഇണയെ കൊടുക്കണം. അങ്ങനെ ആ നിയോഗത്തിൻ്റെ ഫലമായിട്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിവാഹാലോചന വന്നു. അങ്ങനെ ഈ സെപ്റ്റംബറിൽ അവന് ലീവ് കിട്ടി. 1 മാസത്തെ ലീവ് കിട്ടിയിട്ടാണ് അവൻ വന്ന് കല്യാണം ഈ സെപ്റ്റംബർ 15-നായിരുന്നു. അങ്ങനെ ഈ നവദമ്പതികളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തി കാണിക്കുകയാണ്. അങ്ങനെ ആ ആഗ്രഹവും അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് ഉടനടി പരിഹാരം, ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിനെനിക്കെല്ലാം പരിഹാരം തന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പറയണമെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ 4ാമതായിട്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇനി അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ പറയും. ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളിയിലും അതുപോലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും പറഞ്ഞിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത്. അത് ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ 3 പേരെ, ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നതാണ്, 3 പേരെ ആരെങ്കിലും ആഗ്രഹിക്കുക, എനിക്ക്
കൃപാസന മാതാവിനെ കാണണം, അല്ലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം പറയുന്ന എല്ലാവരെയും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് തേനും ഉപ്പും അതുപോലെ തൈലവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒത്തിരി സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതുപോലെ ആകാശപ്പറവകൾക്ക് അരിയും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത അമ്മ എന്നെ ഇത്രയും നാൾ പോറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കും. എൻ്റെ കർത്താവായ ഈശോ മിശിഹായ്ക്കും അവിടുത്തെ പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി. 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് വരെ, ആ ദിവസം വരെയും ഞാൻ കൃപാസനത്തിനെതിരായിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ വളരെ ഖേദപൂർവ്വം പറയുന്നു. കാരണം ഞാനൊരു എക്സാമിനേറിയനാണ്. സെമിനാരിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഫിലോസഫിയൊക്കെ പഠിച്ച് നിന്ന സമയമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞും വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പക്ഷേ കൃപാസനത്തോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സാലി ആൻറ്റിയും എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അവരെ എതിർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. ഇപ്പം എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പലതും നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദർ ചോദിച്ചു, ഇവർ രണ്ടുപേരും ചോദിച്ചു, എങ്കിൽ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ. അപ്പോൾ എല്ലാം പോയി, ഇനി നാണം കെടാനൊന്നുമില്ല, എങ്കിൽ അങ്ങനെയും കൂടെ നാണം കെട്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ സത്യസന്ധമായി പറയുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൊച്ചച്ഛൻ എന്നോട് മരുന്ന് കഴിക്കുന്നത് നിർത്തി നോക്കാൻ പറഞ്ഞു. നിർത്തി. അനുസരണത്തിൻ്റെ പേരിൽ 1.5 മാസം എൻ്റെ അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയായി. കൃത്യമായി ഞാൻ ഓർക്കുന്നൊരു ദിവസമുണ്ട്. 2022 ജൂൺ 1-ാം തീയതി കിടന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ 2-ാം തീയതി എഴുന്നേറ്റപ്പം ആകെ മൊത്തം മാറി. എന്ന് പറഞ്ഞാൽ തലേ ദിവസം കിടന്ന പഴയ മനുഷ്യനായല്ല ഞാൻ എഴുന്നേറ്റത്. പിറ്റേ ദിവസം മുതൽ ഭയങ്കര മാറ്റമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കാനില്ലായിരുന്നു UK അപ്ലൈ ചെയ്യാനൊക്കെ. എനിക്ക് കിട്ടിയ പ്രത്യേക അനുഗ്രഹങ്ങൾ, ഞാൻ പറയുന്നത് UK പോയതോ കല്യാണം കഴിച്ചു അതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ പ്രധാനമായ അനുഗ്രഹം മാതാവിനെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം UK പോകാനുള്ള വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നറിയില്ല. ഏജൻസി കൊടുക്കാൻ പൈസ ഇല്ല. പള്ളിയിലിരുന്നപ്പം ഓരോ പിക്ചറുകൾ എൻ്റെ മനസ്സിൽ വന്നു, ഓരോ വാക്കുകൾ വന്നു. അത് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് പള്ളിയിലിരുന്ന് ആണ് ഞാൻ പലപ്പോഴും ലാപ്ടോപ്പ് കൊണ്ട് ഓരോന്ന് ചെയ്തത്. അവിടെ മാതാവ് നേരിട്ട് പറഞ്ഞെന്ന കാര്യം ചെയ്തതാണ്. എനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. ഇങ്ങോട്ട് പൈസ കിട്ടിയാണ് ഞാൻ UK ജോലിക്ക് പോയത്. 2 ലക്ഷം രൂപയാണ് വിസയ്ക്ക്. പക്ഷേ എനിക്ക് 3.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടിയാണ് ഞാൻ UK പോയത്. അതുപോലെ തന്നെ എനിക്കൊരിക്കലും കല്യാണം നടക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് എനിക്ക്, പ്രത്യേകതരം വ്യക്തിത്വം. പക്ഷേ എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരാളെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിനോട് ഒരുപാട് അടുപ്പമുള്ള ഒരു പ്രിയപ്പെട്ടവളെ എനിക്ക് കിട്ടി. അതിനും മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനൊക്കെ പ്രത്യേകമായി നന്ദി പറയേണ്ട എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അമ്മയുടെ അപ്പനും ഉണ്ട് ഇവിടെ, പിന്നെ ശാലേൻ്റെയും. ഇതെൻ്റെ ജ്ഞാന മാതാവാണ്, ജ്ഞാനപിതാവ് ഇവിടെയുണ്ട്. ഇവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറൊരു സന്തോഷ വാർത്ത, ഇന്നലെ കിട്ടിയ സന്തോഷ വാർത്തയാണ്. ഇന്ന് നിയോഗമായി ഞാൻ വെച്ചത്, കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 15-ാം തീയതി കല്യാണം കഴിഞ്ഞു. മിനിമം 15 ദിവസമെങ്കിലും എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവളുടെ വിസയും അപ്രൂവ്ഡായി. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെ കൂടി വന്നിട്ട് എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. റൂമിൻ്റെ പുറത്തിറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കൃപാസനം പത്രം കൊടുക്കുന്നത് ഭയങ്കര നാണക്കേടായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിനെതിരായിട്ട് ഭയങ്കരമായി ഘോരം കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഞാൻ ഇതുമായിട്ട് പോകുന്ന കാണുമ്പോൾ നാണക്കേട് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പ്രത്യേക ചില അത്ഭുതങ്ങൾ, അത് എനിക്ക് പറയാൻ സമയമുണ്ടോ എന്നറിയില്ല, പക്ഷേ പ്രത്യേക അത്ഭുതങ്ങൾ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ നടത്തി. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചൈൽഡ് ലൈൻ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റുമായിട്ട് ലെറ്ററുമായിട്ട് ഒരു പ്രത്യേക റിസോർട്ടിൽ പോയി. അവിടെ അവരെന്നെ ഇറക്കി വിട്ടു. അതേ റിസോർട്ടിൽ ഈ പത്രമായിട്ട് ചുമ്മാ ഞാൻ ചെന്നു. അവരെന്നെ ഒരു വലിയ VIP പോലെ സ്വീകരിച്ചു. അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഇവിടെ പത്രം കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ബസ്സിൽ ഞാനിത് കൊടുത്തു തീർക്കും. ഈ പറയുന്ന പോലെ കടകളിൽ കയറി കൊടുത്തു തീർക്കും.
പിന്നെ ഈ ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഈ ചിലർ പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടിട്ട് പോകും. അതെടുത്ത് പിന്നെയും ഞാൻ ഇങ്ങനെ ബസ് കയറി പല സ്ഥലത്തും പോയി. കുമളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ പത്രമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഈ പറഞ്ഞ പോലെ പൈസ ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു റീഹാബ് സെൻറ്ററിൽ പോയി നഖം വെട്ടിക്കൊടുത്തു. ചില സമയത്ത് ജോലി പൈസ വാങ്ങിക്കാതെയും തിരിച്ചൊന്നും കിട്ടാതെയും ചില സേവനങ്ങൾ ചെയ്തു കൊടുത്തും ആ ചാരിറ്റി അന്ന് ചെയ്തു. UK പോയി കഴിഞ്ഞപ്പോഴും ഒരുപാട് ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ചിലവ് വന്നപ്പോഴും ചാരിറ്റി ചെയ്യാൻ അവിടെ ചില സാഹചര്യം കുറവായപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കിലാണ്, കുറേ പേർക്ക് സേവനം ചെയ്യുന്നുണ്ട്. എനിക്ക് എക്സ്ട്രാ അവർ ചെയ്യുമ്പം ആ എക്സ്ട്രാ അവറിനും അവിടെ പൈസ ചോദിക്കാം, പിന്നെ ട്രാവൽ എക്സ്പെൻസും ചോദിക്കാം. ചാരിറ്റിക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ ജോലി അത്രയും പൈസ ചാരിറ്റി ആയിട്ട് പോകും. അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ജീവിതശൈലിയായി മാറി. ഇതിപ്പോൾ എൻ്റെ 7ാമത്തെ